എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഏകദേശമൊക്കെ ഒരു ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, 28 പോയിൻ്റാണ് മാർക്കറ്റിൽ പ്ലസ് ആയിട്ട് മാർക്കറ്റിൽ കാണിക്കണം. ജസ്റ്റ് 28 പോയിൻ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇൻഡെക്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നു മുതൽ കുറച്ച് നാളത്തേക്ക് ഞാൻ ഫ്യൂച്ചറാണ് അനലൈസിങ്ങിന് വേണ്ടി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് തൊട്ട് വ്യൂ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. 25,155 ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഒരു സോൺ വരച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളെല്ലാം നോക്കണമല്ലോ, ഫ്യൂച്ചറിൽ നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ലോവർ ലെവൽ, ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ലോവർ ലെവൽ എന്ന് വെച്ചാൽ 25,138. അതിൻ്റെ ഹയർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25,230 അപ്രോക്സിമേറ്റ്. അപ്പോൾ 25,138 ബേസ് ലെവൽ. 25,138 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പ്രതീക്ഷിക്കുന്നത് 25,085 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഫാൾ ആവണം. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു. സ്റ്റിൽ 15 മിനിറ്റ്സ് RSI ഡൗൺ സൈഡാണ്. അത് തിരിച്ച് ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് അത് അപ്പർ സൈഡ് ആയിട്ടുള്ള ഒരു കണക്കൂട്ടലിൽ എത്താൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ്, ചെറിയ പോസിറ്റീവാണ്. 25,180 പൊക്കത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് RSIയുടെ ക്രോസ് ഓവറിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇൻ കേസ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,230 മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാലാണ് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് 25,280 ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉള്ളൂ. നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു. ഓപ്പോസിറ്റ് വന്നാൽ മൾട്ടിപ്പിൾ ലോട്ടായിട്ട് എടുക്കുന്നു. ഉള്ള ലോട്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ പറ്റണേ? ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടൊരു പാസേജ് സോണൊക്കെ കിട്ടുമ്പോൾ വേണമെങ്കിൽ ഒരു ലോട്ടൊക്കെ ആഡ് ചെയ്തൊക്കെ കൊടുക്കാം. മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ RSI ഒരുപാട് ഇനി മൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ കാണുമ്പോൾ ലോട്ട് സൈസ് കൂട്ടിയിട്ടൊക്കെ ആഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റ് സീല് 240 താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് ഡൗൺ ആയി എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റ് ഏരിയാസ് എന്നൊക്കെ പറയണത് 226, 240, 258, 280 ആണ്. 24,900 CE ആണ്. 25,300 CE ആണ് ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലോ ലെവൽ എന്ന് പറയുമ്പോൾ 225 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാനത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പിയുടേത് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. പിയുടെ ലെവൽ 261, 282, 294, 322, 384 ഇതൊക്കെയാണ് എൻ്റെ പിയുടെ കോൺസെൻട്രേഷൻ ലെവൽ. അപ്പോൾ എന്തായാലും ഇനി 4 മിനിറ്റ് ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഫ്യൂച്ചർ ബേസ്ഡിലാണ് ചാർട്ട് നോക്കുന്നത്. എനിവേ കാത്തിരിക്കാം. ശരിക്കും ഞാനിന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു 100 പോയിൻ്റ് റൈഡാണ്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ആഗ്രഹിക്കുന്നത് 100 പോയിൻ്റ് റൈഡാണ്. അങ്ങനെ 100 പോയിൻ്റ് റൈഡ് അല്ലെങ്കിൽ 150 പോയിൻ്റ് റൈഡ് ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ സിക്കും പീക്കട്ടും നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടെ, അതായത് വോൾട്ടാലിറ്റി ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ടെ ഇന്നത്തെ ദിവസം 150-100 പോയിൻ്റൊക്കെ കിട്ടും. ഒരു 70 പോയിൻറ്റിന് മേളിലോട്ട് കിട്ടണമെങ്കിലും സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നിട്ടേ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ആരെയും മാർക്കറ്റ് വെറുതെ അങ്ങ് കൊണ്ടുപോയി 100 പോയിൻ്റ് ഒന്നും തരില്ല. നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടേ
100 പോയിൻ്റൊക്കെ മാർക്കറ്റ് തരുള്ളൂ. ഒന്നെങ്കിൽ ഇന്ന് ബ്രേക്ക് ആയിട്ട് നാളെ കൺസോൾട്ടേഷൻ ആവണം, ഇല്ലെങ്കിൽ ഇന്നും നാളെയും കൺസോൾട്ടേഷൻ ആയിട്ട് മറ്റന്നാൾ മാർക്കറ്റിൽ റൈഡ് ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് അത് വിഷയമല്ല. 21 പോയിന്റിൽ ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കാഴ്ചപ്പാട്. എനിവേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട്. 252 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്താലും വലിയ വിഷയങ്ങൾ വരില്ല. അടുത്ത ജമ്പ് 225 55 മുകളിലോട്ട് പോയാൽ കോൺസെൻട്രേഷൻ ചെയ്യാം. 255 മുകളിലോട്ട് മൂവ് ചെയ്താൽ എഗെയിൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. 220 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി 226 ഒരു 6 പോയിന്റ് ഇത്തിരി ലോട്ട് കൂട്ടി ചെയ്യാനായിട്ടുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട്. 220 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഈ ഒരു ടാർഗറ്റ് ഓൾറെഡി നോട്ട് സിയിൽ 226 ഭാഗത്തേക്ക് ഒരു മൂവ് മുകളിലോട്ട് കിട്ടിയാൽ 226 ലോട്ട് കൂട്ടി ചെയ്യാനായിട്ടുള്ള പരിപാടി ഉണ്ട്. സിയിൽ 226, പിന്നെ ഉള്ളത് 235. സിയിൽ ആ ഒരു ലെവല് രാവിലെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലാണ് 226. മാർക്കറ്റ് പോയി നിൽക്കുന്നത് 225. അത് പോരാ, 226 മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യും. 235 അടുത്ത ലെവല്. 226 കൂടെ ബ്രേക്ക് ചെയ്ത് 230. സിയിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്ന മാർക്കറ്റ്. അത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ കോൺസെൻട്രേഷൻ 226 ആണ്. 225 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അത് ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു. രാവിലെ മാർക്കറ്റിൽ ഒരു 239.40 എന്നുള്ള ഒരു ലെവലൊക്കെ കീപ്പ് ചെയ്തിട്ട് അത് തിരിച്ച് താഴത്തോട്ട് പോയിട്ട് പിന്നെയാണ് മേളോട്ടൊക്കെ കയറി വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിയുടെ മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം 226.75 ഒരു എന്താ പറയുക അക്യുറേറ്റ് ലെവലാണ്. 240 താഴത്തോട്ട് വന്നാൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. സി 240 ഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. 2 തവണ എടുത്തു പറയണത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 226 ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ 229 ഭാഗത്തേക്ക് മാർക്കറ്റ് എക്സ്റ്റൻഷൻ ചെയ്യും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 235 SMA മുകളിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 226 കിട്ടണം. ഇല്ലെങ്കിൽ അത് 240 ബേസ് ലെവൽ. 204 വന്നു കഴിഞ്ഞാൽ ഞാനത് എക്സിറ്റ് ചെയ്യും. അല്ലാതെ നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ പോകുമായിരിക്കും വരുമായിരിക്കും എന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള മനക്കരുത്ത് നമുക്ക് ഉണ്ടാവണം. 235 SMA ജസ്റ്റ് ബഫർ സോൺ അവിടെയും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 240 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത്. കാരണം പിയിൽ പിന്നെ ഉള്ളത് 192 കൺസോൾട്ടേഷൻ സോൺ. നിൽക്കുന്ന ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 192 കൺസോൾട്ടേഷൻ സോൺ. അതുകൊണ്ടാണ് 226 235 വരെ പോയിട്ടുണ്ട്. അപ്പോൾ എത്ര തൊട്ടാണ് എടുത്തത്? 220 തൊട്ട് 230 വരെ 10 പോയിന്റ് കുറച്ച് ലോട്ട് കൂട്ടിയെടുത്താലും 21 പോയിന്റ് ആവറേജ് ബേസിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതിനകത്തൊരു മെജോറിറ്റി ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ അതിനൊരു 5 പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആയാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ലെവൽ 240 245 245 കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 257 ഉണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ 280 എന്നുള്ള ഒരു നോർമൽ ഫിനിഷിങ് ഏരിയ ആണ് 280 എന്നുള്ളത്. എന്തായാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അത്യാവശ്യം പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് 258 280 വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കും. അതല്ലാതെ വേറെ വ്യൂ ഒന്നും താൽക്കാലികമായിട്ട് എന്തായാലും ഞാൻ നോക്കുന്നില്ല. 242 245 എന്നുള്ളത് ബ്രേക്ക് ചെയ്യാൻ ഒരു ഇത്തിരി ടഫാണ്. ചിലപ്പോൾ 243.5 ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ
മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. 245, 246. കാരണം ആ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് താഴത്തേക്ക് റെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം കയറ്റി ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ഓപ്പൺ പ്രൈസ്, നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസിന് തൊട്ട് മുകളിൽ 237, 35. എന്നെ സംബന്ധിച്ച് 245 ഒരു സേഫ് സോണാണ്. ഇനി 245 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ 257 കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. കാരണം ഇന്ന് സിയിലാണെങ്കിലും പിയിലാണെങ്കിലും ഒരു 100 പോയിന്റ് കിട്ടണം. അതിനപ്പുറത്തേക്ക് വേറെ ഇന്ന് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് ഗ്രീൻ ക്യാൻഡിൽ ആവണം, അത് SMA പോയി റിജക്ഷൻ ആവണം. ഏത് ക്യാൻഡിലാണ്? സിയുടെ ക്യാൻഡിൽ SMA പോയി റിജക്ഷൻ ആവണം. അതുകൊണ്ടാണ് ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ബേസ് ചെയ്തിട്ടാണ് 245 റെസ്റ്റ് ചെയ്യാം. എന്നാ കുഴപ്പം? 245 റെസ്റ്റ് ചെയ്യാമല്ലോ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 245 മുതൽ 250 വരെ കിട്ടും. അതും ബ്രേക്ക് ചെയ്ത് 257 കൊണ്ടുപോവാം. അത് സിംഗിൾ ലോട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് 245 സേഫ് പൊസിഷൻ. അപ്പം നേരെ മറിച്ച് മൾട്ടിപ്പിൾ ലോട്ടാണ് എടുക്കുന്ന ആളുകളെങ്കിലോ ഭാഗത്ത് കൊടുക്കുക, ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക, അത്രേ ഉള്ളൂ. കാരണം പിയിൽ 217 ഒരു SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അവിടെ പോയി ടച്ച് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് താഴത്തോട്ട് മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പം എന്താ ഗുണമുള്ളത്? താഴത്തുനിന്ന് എടുക്കുക, ഈ ഒരു SMA അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മെജോറിറ്റി പോർഷൻ കൊടുക്കുക, ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ 2 പോയിന്റോ കേട്ടിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക. RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക. ആ ഒരു RSIയിൽ ഒരു ക്രോസ് ഓവറിൻ്റെ ടിപ്പ് വരുന്ന സമയത്ത് 245 ഭാഗത്ത് തന്നെയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. 258 ഏരിയയിലാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. ഈവൻ 280 ഭാഗത്താണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. രാവിലത്തെ ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷൻ ലോക്ക് ചെയ്യുകയും ചെയ്തു. ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം. ആ കിട്ടുന്ന പ്രോഫിറ്റിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കണേ? മാർക്കറ്റ് നോക്കിയേ. ഞാൻ വരച്ച റെക്ടാങ്കിൾ ബോക്സിൻ്റെ താഴത്തുനിന്ന് എനിക്ക് ഒരു 3 സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കണ്ടുകൊണ്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നത്. അതിനകത്ത് വേറെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, എല്ലാ ചാർട്ടും കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ഫ്യൂച്ചർ എടുത്തുകൊണ്ടാണ് മേളിലോട്ട് വന്നിട്ട് ഫ്യൂച്ചറിൽ SMA ടച്ച് ചെയ്തില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 25,195 ബ്രേക്ക് ചെയ്ത് പോയാൽ 25,207 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അല്ലാതെ അടുത്ത മൂവ്മെൻറ്റ് അവിടെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞാനീ പറഞ്ഞത് പിയുടെ മൂവ്മെൻറ്റ് എന്താ, ഈ ക്യാൻഡിൽ വീക്കാണ്, അതുകൊണ്ട് പിയുടെ മൂവ്മെൻറ്റ് വരാനായിട്ട് തൽക്കാലം ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് 245 റെസ്റ്റ് എടുക്കാം എന്നുള്ള തീരുമാനം എടുത്തത്. അവിടെ റെസ്റ്റ് എടുത്ത് എന്താ ഗുണം? ഇവിടെ നിന്നുള്ള ഒരു ലോട്ടിലെടുത്തിട്ട് SMA 222 ഒരു എത്ര പോയിന്റ് കിട്ടും? 11, 10, 21, 10 പോയിന്റ് അവിടെ കിട്ടില്ലേ? ആ 10 പോയിന്റ് അവിടെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിയിലെ മൂവ്മെന്റ് ഒന്നും ഞാൻ കാര്യമായിട്ട് നോക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് സോൺ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. 240 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പിക്ക് ഒരു ഡയറക്ഷണൽ ട്രേഡ് കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. 205 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ടപ്പേന്ന് 192 പോരും. 245 അഗെയിൻ സി ബ്രേക്ക് ചെയ്താൽ 258 പോരും. 225 പിയുടെ റെസിസ്റ്റൻസ് സോണാണ്. 225 എന്നുള്ള പിയുടെ റെസിസ്റ്റൻസ് സോണാണ്. എന്തായാലും രാവിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ചാടി പിടിച്ചിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുള്ളത് കൂടെ കളയുന്നത് ശരിയല്ല. 245 മേളിൽ എപ്പോൾ വരുന്നോ അപ്പം നോക്കാം, അപ്പം കിട്ടിയാൽ മതി. ഇപ്പം വന്നതൊന്നും ഒരു റെഡല്ല എന്നെ സംബന്ധിച്ച് കേട്ടോ. അതൊന്നും ഒരു റെഡല്ല. ഞാനെന്ത് ചെയ്യും? ഇപ്പോൾ സിംഗിൾ ലോട്ടാണ്, ബാക്കി ആവറേജും പൊസിഷനാണ് കിടക്കണമെങ്കിൽ ഈ ഒരു ഡൗൺ വരുമ്പോൾ തന്നെ ഞാൻ അവിടെ ചിലപ്പോൾ 2 ലോട്ടും കൂടെ അധികം ആവറേജ് ചെയ്യും. എന്നിട്ട് അത് ഗ്രീൻ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ 2 എണ്ണം കൊടുക്കും. അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ ആ 2 എണ്ണം കൊടുക്കും. ഇതൊക്കെയാണ് മെജോറിറ്റി പരിപാടി. അത് ക്യാൻഡിലുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. എന്നാൽ പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനുമാണ് അൾട്ടിമേറ്റ് ട്രേഡിങ്ങിൻ്റെ വ്യൂ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ 4-5 വർഷമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനും അതേപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കുമാണ്.
ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ അത് ABCD എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, മാർക്കറ്റ് പ്രൊഫൈൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അതിനകത്തൊന്നും എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ക്യാൻഡിൽ സ്റ്റിക്കും മാർക്കറ്റ് പ്രൊഫൈലും ബാക്കി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഏത് രീതിയിൽ ഏത് സ്ട്രാറ്റജി എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലാണ് കാര്യം. അപ്പോൾ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ തന്നെ ലക്ഷക്കണക്കിന് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടറിന് ഏതാണോ സ്യൂട്ട് ആവുന്നത്, 10 പോയിന്റ് എടുക്കുന്ന ലെവല് കണ്ടുപിടിക്കുന്നതാണോ സ്യൂട്ട് ആവുന്നത്. ഇനി അതല്ലാതെ വേറെയും പല മാർഗങ്ങളുണ്ട്. ഒരു ലോട്ട് താഴത്തുനിന്ന് എടുത്തിട്ട് ആവറേജ് ചെയ്ത് കൊണ്ടുപോരുന്നത് നല്ല മാർഗ്ഗമാണ്. ഒരു ബ്രേക്കൗട്ടിൽ വരുമ്പോൾ ഹെഡ്ജ് ചെയ്തിടാം, അതൊരു നല്ല മാർഗ്ഗമാണ്. അങ്ങനെ ഹെഡ്ജ് ചെയ്തിട്ടിട്ട് രണ്ടും രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എടുത്തിടും. എന്നിട്ട് ഒരെണ്ണം മേളിൽ പോയി RSIയുടെ ക്രോസ് ഓവർ ആയി കഴിയുമ്പോൾ അത് റെഡിലേക്ക് കയറുമ്പോൾ ഒരെണ്ണം വിറ്റിട്ട് മറ്റേത് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അല്ലാതെ ഹോൾഡ് ചെയ്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മളുടെ ക്യാപിറ്റലും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ക്യാരക്ടറുമായിട്ട് സിങ്ക് ആവുന്ന അതിലേതാണെന്നുള്ളതാണ് പ്രാധാന്യം. ഈ 10 സ്ട്രാറ്റജീസിലും ഈ ചാർട്ട് അനിവാര്യമാണ്, ഈ ലെവലുകൾ അനിവാര്യമാണ്, ഈ RSIയുടെ മൂവ്മെൻറ്റ്, SMA, ഈ ഡോട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അനിവാര്യമാണ്. ഈ ചാർട്ടിൻ്റെ ഉള്ളിലെ മൂവ്മെൻറ്റ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെയുള്ള സ്ട്രാറ്റജി എന്താ? ഒരു ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക. അത് ഒരു മാസത്തിൽ 21 എണ്ണം. ഒന്നും അറിയാൻ പാടില്ല. അതായത് അനലൈസ് ചെയ്യാൻ അറിയാൻ പാടില്ല, പ്രൈസ് ആക്ഷൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ അറിയാൻ പാടില്ല. വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക. 21 ട്രേഡ്, ഒരു മാസത്തിലെ കംപ്ലീറ്റ് ട്രേഡ് അത് മാത്രം ചെയ്താൽ പ്രോഫിറ്റാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാക്കനാട് കാക്കനാട് വെച്ചിട്ടൊരു മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോഴത്തേക്കും സുനിൽ മത്തായി സാറിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അപ്പോൾ സുനിൽ മത്തായി സാറ് പറഞ്ഞത്, രാവിലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്, ഒരു ഹെഡ് രാവിലെ ഇടുക, ഹെഡാണെങ്കിൽ C എടുക്കുക, ടെയിലാണെങ്കിൽ P എടുക്കുക. അത് ഹെഡും ടെയിലിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഒരു മാസം കംപ്ലീറ്റ് C എടുത്തുകൊണ്ടിരിക്കുക, ഒരു മാസം കംപ്ലീറ്റ് P എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് എല്ലാ ദിവസവും വൈകിട്ട് BTST എടുത്തുകൊണ്ടിരിക്കുക. എന്നാലും പ്രോഫിറ്റബിളാണ്. ഒരു പൊട്ട സ്ട്രാറ്റജി, മാർക്കറ്റ് 257 എത്താറായി, അതതിൻ്റെ വഴിക്ക് കിടക്കട്ടെ, നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ട. ഒരു പൊട്ട സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസം ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ അത് പൊട്ട ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ ആദ്യം 99 തെറ്റായിരിക്കാം, പിന്നെ അത് 98 തെറ്റാവും, 2 ശരിയാവും, പിന്നെ അത് 50 തെറ്റാവും, 50 ശരിയാവും. പക്ഷെ ഒരു നാൾ 99 ശരിയും 1 തെറ്റും ആവുന്ന ലെവലിലേക്ക് വരും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ സുനിൽ മത്തായി സാറുണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രത്തു നിന്നുള്ള വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറുണ്ടായിരുന്നു. ആ സാറ് മാർക്കറ്റ് പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറാണ്, കസ്റ്റമൈസ്ഡ് ആണ്. മറ്റേത് പ്യുവർലി മാർക്കറ്റ് പ്രൊഫൈലാണ്. പിന്നെ ഷിജുമോൻ ആൻ്റണി സാറുണ്ടായി. പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. സംസാരിക്കണമെന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു, അത് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിനുള്ള ഒരവസരം ദൈവം എന്തെങ്കിലും തരും, അന്ന് നേരിട്ട് കാണാം. ഓരോ ആൾക്കാരെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അതിൻ്റേതായിട്ടുള്ള സമയങ്ങളൊക്കെ ദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമയമാകുമ്പോൾ അവരെയൊക്കെ കാണാം. ഞാൻ 4 വർഷമായിട്ട് ഫീൽഡിലുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ സൺഡേ ഞാനൊരു മീറ്റപ്പിന് വേണ്ടി പോകുന്നത്. മീറ്റപ്പ് എന്നല്ല, ഒരു ആഡ് കണ്ടിട്ട് ഞാനൊരു പരിപാടിക്ക് പോയത് 4 വർഷത്തിൽ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, അവിടെ വരുന്ന ട്രേഡേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശമാണ്. പക്ഷെ ഞാൻ ഒരാളോടും പറഞ്ഞില്ല ഞാനിങ്ങനെ ഒരു ചാനൽ നടത്തണമുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നോ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ ഈ ചാർട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ സൗണ്ട് കേട്ടിട്ട് എൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്നോട് ചോദിച്ചു മനീഷല്ലേ എന്ന്. കാരണം ഇതുവരെ ഞാൻ എൻ്റെ മുഖം പോലും ഒരു ആൾക്കും, എൻ്റെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന യൂട്യൂബേഴ്സിനോ ഒരാൾക്കും എൻ്റെ മുഖം പോലും, എന്നെ കണ്ടുപോലും പരിചയമില്ല. 1-2 പേർക്ക് അറിയാവുള്ളൂ.
സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിഞ്ഞു. അതും വലിയൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിചാരിക്കും എന്തുകൊണ്ടാണ് 257 മാർക്കറ്റ് ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കും. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, 192 വരും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടായിരുന്നു, ആ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 192 ഭാഗത്തേക്ക് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണാണ് 192 പീനെ സംബന്ധിച്ച്. ആ ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നതിൻ്റെ റിജക്ഷനാണ് ഈ കണ്ടത്. അത് റിജക്ഷൻ ആയത് 192 പി എത്തി സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ റീച്ച് ചെയ്യാത്തത്. അതിനർത്ഥം റീച്ച് ചെയ്യില്ല എന്നുള്ളതല്ല, കൺസോൾട്ടേഷൻ സോണാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, അടുത്ത ഒരു ബ്രേക്കൗട്ടും കൂടെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ രണ്ടാമത്തത് ഇൻഡെക്സ് ബേസ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,207 വരെ മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 25,207 മാർക്കറ്റ് ഓൾറെഡി ഫ്യൂച്ചറിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു സ്ട്രഗിൾ വരും. 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ RSI റെഡിലേക്ക് കയറുന്ന സമയത്ത് കറക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് പോകത്തുള്ളൂ. പിന്നെ ഈ ഒരു ക്യാൻഡിൽ അതൊരു എന്താ പറയണ്ടേ, അതൊരു വീക്ക് ക്യാൻഡിലാണ്. ഈ ഒരു റെഡ് ഒരു ജെന്യുവനായിട്ടുള്ള റെഡൊന്നും അല്ല. ഇൻ കേസ് താഴത്തോട്ട് വന്നാലും 219 ഭാഗത്തൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാം. RSIയിൽ പക്ക ക്രോസ് ഓവർ കിട്ടാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല. ഈ ഒരു ക്യാൻഡിലൊക്കെ സൂചിപ്പിക്കുന്നത് കൺസോൾട്ടേഷൻ ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ഈ ഒരു സി ക്യാൻഡിലൊക്കെ കാണിക്കുന്നത്. ഇതൊരു പക്ക റെഡായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ ഒരു റെഡൊക്കെ വരുമ്പോൾ മെജോറിറ്റി ആളുകളും പേടിച്ചിറങ്ങി നേരെ പിയിലേക്ക് പോകും. പക്ഷേ ഇതിപ്പോൾ റെഡാവും, ഇത് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അത് റെഡാവും. വൺസ് ഒരു തവണ കൂടി 245 മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 257 നോക്കിയാൽ മതി. 219 ഭാഗത്തേക്കുള്ള ഒരു ഡംപ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഓൾമോസ്റ്റ് സൂചിപ്പിച്ചതാണ്. അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 245 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഓൾറെഡി രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ വോൾട്ടാലിറ്റിയും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവും. മാർക്കറ്റ് ഒരു 100 പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്യാനായിട്ട് 150 പോയിന്റ്സ് ഒക്കെ ഇന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തി ഒരുവിധ ആളുകളെയൊക്കെ ഒരു മൂലക്കിരുത്തിയതിന് ശേഷം മാത്രമേ മാർക്കറ്റ് നല്ലൊരു റൈഡിലേക്ക് പോകത്തുള്ളൂ. ഓൾമോസ്റ്റ് 219 ഭാഗത്തേക്കാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര ഒന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. കാരണം 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 30 മിനിറ്റിൽ RSI സിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള ക്രോസ് ഓവറിന് വന്ന് നിൽക്കുകയാണ്. അതേപോലെ തന്നെ 1 അവറിൻ്റെ RSIയിലും മാർക്കറ്റിലൊരു ക്രോസ് ഓവർ വന്നു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിയിലേക്കാണെങ്കിൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒന്നെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സിയിലേക്കുള്ള ഹൈ വോളിയം ബ്രേക്കൗട്ട്, ഇത് രണ്ടും മാത്രമാണ് ഇനി എന്തായാലും പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ഞാനത് ഇൻഡെക്സിൽ ഒന്നുകൂടെ കാണിച്ചു തരാം, ഫ്യൂച്ചറിൽ കാണിച്ചു തരാം. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറായി, 30 മിനിറ്റിൽ RSI ഇതേ ക്രോസ് ഓവറായി, 1 അവറിൽ RSI എന്തായി, ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. SMA സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ 100 പോയിൻ്റ് അല്ലെങ്കിൽ 200 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് ആ സമയത്തെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടിരിക്കും. ഒരു ഏരിയ കവറപ്പ് ചെയ്ത് പോകണം. പക്ഷെ അതിനു മുമ്പ് മാർക്കറ്റ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് മാർക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ മാർക്കറ്റ് 100 പോയിൻ്റ് അല്ലെങ്കിൽ 150 പോയിൻറ്റിൻ്റെ റൈഡൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ രാവിലെ തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു 100 പോയിൻറ്റിൻ്റെ റൈഡ് ഇന്ന് കിട്ടണമെന്നുള്ളത്. അപ്പം അത് കിട്ടിയിട്ട് വൈകുന്നേരം ആണെങ്കിലും അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു 80 പോയിൻറ്റ്സ് എങ്കിലും മിനിമം. ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത് 220 എന്നുള്ള മൂവ്മെൻറ്റ്. ഇപ്പോൾ സിയിലാണെങ്കിൽ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 220 280 വരെയുള്ള 60 പോയിൻറ്റ്. അതാണ് മേജറായിട്ടുള്ള എൻ്റെ ഫോക്കസ്. സിയിൽ ഇങ്ങനെ പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. ഏത് ഭാഗത്തേക്ക് മൂവ് ചെയ്യണം, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന 280 ആണ് കേട്ടോ.
കാരണം 204 താഴത്തോട്ട് വന്നാൽ മാത്രമേ CE ഒരു ഡൗൺഫാൾ ആയി എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി 258ഉം സെക്കൻഡ് പ്രയോറിറ്റി 280 ആണ്. പിന്നെ 60-40 പോയിന്റും കൂടെ തരണം എന്ന് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് എവിടം വരെ തരണം? 310 വരെ തരണം. അപ്പോൾ 90 പോയിന്റാണ്. 100 മേലെ കിട്ടണമെങ്കിലോ 323 വരെ കിട്ടണം. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട് 10 മണിയാവാൻ. ഒന്നെങ്കിൽ 5 മിനിറ്റിൻ്റെ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 258 ബ്രേക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ 245 ഡൗൺ ആയിട്ട് 232 വരണം അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആയാൽ അടുത്തത് ബ്രേക്ക് ചെയ്ത് 258 പോകും. അല്ലെങ്കിൽ 232 വന്ന് 10 മണിക്ക് തീരും. 10 മണി എവിടം വരെ എത്തി? 51 വരെ എത്തിയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 6 പോയിന്റിൻ്റെ വ്യത്യാസം. ഇനിയിപ്പോൾ അടുത്ത ടൈം എപ്പോഴാണ്? 10:06 ഇനി റീച്ച് ചെയ്യാനായിട്ടുള്ള ടൈം 10:06. 256.85 257-58 ട്രിഗർ പ്രൈസ്. ആ ബ്ലൂ ലൈൻ അവിടെ നിന്ന് മാറ്റിയേക്കാം. 10 മണിക്ക് വന്നില്ലെങ്കിലും 10:01 വന്നല്ല, നമുക്കത് മതി. അതിനപ്പുറത്തേക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതുപോലെ മാർക്കറ്റ് വരാനായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പീരിയൻസും ഇത്രയും നാൾ ചാർട്ട് കണ്ട് ശീലിച്ചതിൻ്റെ അഡ്വാൻറ്റേജുമാണ്. ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 256.85 വരെ പോയിട്ടുണ്ട്. 255 ആണ് എൻ്റേതായിട്ടുള്ളൊരു ടാർഗറ്റ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത്. ഇനി അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് പോട്ടെ. ഈ RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറി താഴെ പോയി കറങ്ങി തിരിഞ്ഞ് വരുന്നത് വരെ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റേ ചെയ്താൽ പിന്നെ മാർക്കറ്റ് 280 പോകുന്നത്. പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ പോട്ടെ. കാരണം മാർക്കറ്റ് ഒരു വിധത്തിൽ ഇടിച്ച് താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 1/3 ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന പരിപാടി. ഇനി 258 മുകളിലോട്ടുള്ള മൂവ് വരുവാണെന്ന് നോക്കാം. അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി എടുത്ത ലെവൽ ആലോചിക്കണം. 220 എൻട്രി പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ മെജോറിറ്റി കൊടുത്തു. ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെച്ചിട്ടിരുന്നാലും ആ ഭാഗത്തേക്ക് ഇതുവരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. അത് നമ്മൾ ഒരു ലോട്ടിലാണ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക, ഒരെണ്ണം അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. 15 മിനിറ്റ്സിൻ്റെ RSI അപ്പർ സൈഡിലേക്കാണ്. ഇനി ഇത് RSI തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും 15 മിനിറ്റ്സും 5 മിനിറ്റും കൂടെ ഒരുമിച്ച് അപ്പാവുമ്പോഴാണ് കൂടുതൽ വോളിയം വരുള്ളൂ. അങ്ങനെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ RSI 50% റീക്രോസ് ഓവർ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് 280 ആണ്. ഇനി വീഡിയോ ഞാൻ എന്തായാലും ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. ഇനി 280 എത്തിയാൽ മാത്രമാണ് വീഡിയോ കാണിക്കുകയുള്ളൂ. അപ്പോൾ മാർക്കറ്റ് 267 എത്തിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് പോകാനായിട്ടുള്ളത് 280 ഭാഗത്താണ്. മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വരുള്ളൂ. 271 ആയിട്ടുണ്ട്. ജസ്റ്റ് 9 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 280 എന്നുള്ള ഡ്രീം ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തും. അതായത് 220, 60, 280 പിന്നെ ഒരു 40 പോയിന്റും കൂടെ കിട്ടിയ 100 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ്. 15 മിനിറ്റ്സ്, 30 മിനിറ്റ്, 1 അവർ എല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറെക്കുറെയൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ടുള്ള ബാക്ക് ടെസ്റ്റിൻ്റെ ഫലമാണ് മാർക്കറ്റ് 100 പോയിന്റ് റൈഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മാർക്കറ്റ് 285 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മുകളിലോട്ട് പോകും. ഇപ്പോൾ 284 മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, 286 ആയിട്ടുണ്ട്.
289, 293. ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഉണ്ട് 299. അപ്പോൾ 85 പോയിൻ്റാണ് മിനിമം റൈഡ് പറഞ്ഞത്. 280 ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഡ്രീം ടാർഗറ്റ് ആ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വരെ വന്നിട്ടുണ്ട്. അതായത് 300 വരെ വന്നിട്ടുണ്ട്. 280, 300, 20 പോയിന്റ് കൂടുതൽ കിട്ടി ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ. എഗെയിൻ ആ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ ഇനിയുള്ള ഡ്രീം ടാർഗറ്റ് എന്ന് പറഞ്ഞത് 309, 321. RSI ഒക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ എത്തിയാൽ മതി. 15 മിനിറ്റ്സിൽ ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ മാർക്കറ്റിൽ പറഞ്ഞതാണ് 80 പോയിന്റ് തൊട്ട് 100 പോയിന്റ് വരെയുള്ള റൈഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ തെളിവ് സഹിതം പറഞ്ഞതാണ്. 15 മിനിറ്റ്സ്, 30 മിനിറ്റ്, 1 അവർ ഈ കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് പ്രകാരം 15 മിനിറ്റ്സിൽ ഇനിയും പോകാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ചാർട്ടിന് കൊടുത്തിരുന്ന ഒരു വാക്ക് കറക്റ്റ് 321 മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇറങ്ങിക്കോളാമെന്നായിരുന്നു. അപ്പോൾ ആ വാക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ പാലിച്ചിട്ടുണ്ട്. 300 ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിയാൽ അറിയാം. ഇവിടെ 321.90 കറക്റ്റ് 320, 220 നിന്ന് എൻട്രി എടുത്തു. കറക്റ്റ് 321, കറക്റ്റ് 101 പോയിന്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്താ ഒന്നും പറയാനായിട്ടില്ല. നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. പിന്നെയും മനസ്സിലാക്കുക, 1 ഇയർ, 6 മാസം തൊട്ട് 1 ഇയർ വരെ ഈ ഒരു ചാർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അരിമേടിക്കാനുള്ള വകുപ്പ് കിട്ടും. ഇതൊരിക്കലും ഞാൻ ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നും അരിമേടിക്കാനുള്ള വകുപ്പ് കിട്ടണം. അല്ലാതെ ഇത് വെച്ചിട്ട് എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് അംബാനി ആവണമെന്നോ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര നന്നായിട്ടൊരു വ്യൂ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂടാ? അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. എനിക്ക് കൂടുതൽ പൈസയോടോ അല്ലെങ്കിൽ വളരെ ലക്ഷറി ആയിട്ടുള്ള ലൈഫിനോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉള്ള വ്യക്തിയല്ല. ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത്, ഞാൻ ഡെയിലി പണിക്ക്, ഇപ്പം ഞാൻ ട്രേഡിങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ഈ സമയത്ത് ഈ ദിവസം എവിടെയെങ്കിലും മഴയും കൊണ്ട് ഞാനിപ്പോൾ പണിയെടുക്കുന്നുണ്ടാവാം, എവിടെയെങ്കിലും ഒരു കുഴി വെട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭിത്തി വെട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടി ലീക്കായിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാ ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ വർക്കറായിരിക്കാം. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് എൻ്റെ ഡെയിലി കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ ദൈവത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിനും വ്യൂ കാണിച്ചു തരുന്ന ഒരു ചാർട്ടിനും ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് എനിക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റി എനിക്കൊരു 6-7 വർഷം കൊണ്ട് തീർത്താൽ മതി. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് വിചാരിച്ചിട്ട് എനിക്കത് നാളെയോ മറ്റന്നാളോ തീർക്കണോ, അല്ലെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കേസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് നാളെ ഒരു 10 ലക്ഷം 20 ലക്ഷം ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷങ്ങളുടെ PNL കാണിക്കാനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. നമ്മൾ കിട്ടുന്ന വെച്ചിട്ട് എങ്ങനെയെങ്കിലും അരിമേടിച്ച് പൊക്കോട്ടെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി പോകുന്ന ഒരാളാണ്. ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് ഒരു സ്റ്റേബിളായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് പഠിച്ചാൽ മതി. അതൊരു 6 മാസം 1 വർഷം എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം അവർക്ക് സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊരു മണി മേക്കിംഗ് മാജിക് മെഷീനോ ചാർട്ടോ ഒന്നും അല്ല ഇന്ന് വന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവാൻ. ഒരു ഡോക്ടർ ആവണമെങ്കിൽ എത്ര വർഷം വേണം? ഒരു എൻജിനീയർ ആവണമെങ്കിൽ എത്ര വർഷം വേണം? ചെയ്യുന്ന തൊഴിലിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പ്രൊമോഷൻ ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്ര നാൾ വേണം? ഒരു PSC പഠിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാനായിട്ട് എത്ര നാൾ വേണം എന്നാലോചിച്ചു. ചിലവർക്ക് ഫസ്റ്റ് പരീക്ഷ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, അത് വേറെ. എന്നാലും ഒരു ടീച്ചർ ആവാനായിട്ട് എത്ര നാൾ TTC പഠിക്കണം? പക്ഷെ ഒരു ട്രേഡർ ആവാൻ മാത്രം 1 മാസം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കാവുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ മാത്രമാണ്
കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത ഒരു സിമ്പിൾ സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ 1 ഇയർ കഴിയുമ്പോൾ എന്തായാലും സ്റ്റേബിളാവും. മടുക്കരുത്. നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും പരസ്പരം ടാലി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ നോളജും ചാർട്ട് റീഡിങ്ങിൻ്റെ പുറത്ത് സയൻസായിട്ട് നമ്മുടെ നേച്ചറായിട്ട് സിങ്ക് ചെയ്യുന്ന കുറേ ഔട്ട്സൈഡ് നോളജും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ ഭൂമി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഒന്നും ദഹിക്കില്ല. എനിവേ, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ മാർക്കറ്റ് പ്രൊഫൈല് ചാർട്ട് കസ്റ്റമൈസ് ചെയ്ത് വാല്യൂ ചേഞ്ച് ചെയ്ത് അഡീഷണൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കതിനകത്ത് എയും ബിയും സിയും ഡിയും ഒക്കെ വെച്ചുകൊണ്ടൊന്നും എനിക്കൊന്നും ട്രേഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം അത് എനിക്ക് ടഫായതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ എനിവേ, ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. എൻ്റെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുന്നു. ശേഷം ഇനി മാർക്കറ്റ് 200-500 പോയിൻ്റ് മുകളിലോട്ട് പൊക്കോട്ടെ, എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല. എനിക്കതിന് കുറ്റബോധമില്ല. തന്നതിനും തന്നുകൊണ്ടിരിക്കുന്നതിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.